ആദ്യം സലീം മടവൂരിലേക്ക്. ശ്രീ സലീം മടവൂർ, ഒരു പക്ഷേ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ എത്രത്തോളം വലിയ പ്രതിഷേധമാണ് മാനന്തവാടിയിൽ ഉണ്ടാകുന്നത്, ഇപ്പോഴും തുടരുന്നത് എന്ന് താങ്കൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഏറ്റവും ഒടുവിലിതാ 3 മണിക്ക് യോഗം വിളിക്കുന്നു. ആ യോഗത്തിന് കളക്ടർ എത്തുന്നില്ല. എവിടെ പോയി കളക്ടർ എന്ന ചോദ്യവുമായാണ് പ്രദേശവാസികൾ പ്രതിഷേധമുയർത്തുന്നത്. ഇപ്പോഴും വേണ്ടത്ര ഗൗരവം ഭരണകൂടം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിന് നൽകുന്നില്ലേ ശ്രീ സലീം മടവൂർ? വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരളത്തിന്റെ വനം മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ ആ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ട നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അതിനെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ധാരാളം നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിട്ടും നേരത്തെ കേന്ദ്ര നിയമത്തിന് വിരുദ്ധ അല്ലെങ്കിൽ ആ പാലിക്കാതെ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കാതെ മഹാരാഷ്ട്രയിൽ ഒരു കടുവയെ പാണ്ഡ്രകോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹാരാഷ്ട്ര 2018 വെടിവെച്ച് കൊന്നതുകൊണ്ട് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിന് വെടിവെച്ച ആളും ഒക്കെ തന്നെ കേസ് പ്രതിയായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥര് നാളെ ഒരു പക്ഷേ ആ നിയമ കേന്ദ്ര 2013 കേന്ദ്ര നിയമം ആ നിയമപ്രകാരം നമ്മുടെ ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ നേരത്തെയുള്ള വിവിധ നിയമങ്ങൾ ആ നിയമങ്ങൾ പ്രകാരം നമ്മുടെ ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിൽ വരും എന്നൊക്കെ സാധ്യത ഉണ്ടായിട്ടും അതൊക്കെ മറിയുക എന്തൊക്കെ കേസിൽ ഉദ്യോഗസ്ഥർ പെട്ടാലും ഗവൺമെന്റ് ഏതൊക്കെ കോടതിയിൽ ഉത്തരം പറയില്ല, ഇതൊക്കെ കഴിഞ്ഞാൽ കോടതി തിരിച്ചാണ് വിധിക്കുന്നത്. അത് വിവിധ കോടതി ഞാൻ സമയം എടുക്കല്ല. അപ്പൊ ആ വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടും ഈ കേരളത്തിലെ ഗവൺമെന്റ് ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ആവശ്യമായ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥര് അതേപോലെ അരുൺ സക്കറി അവിടെയുണ്ട്, മന്ത്രി തന്നെ നാളെ അവിടെ വരുന്നു. അതുപോലെ കേരളത്തിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അവരൊക്കെ തന്നെ ഉത്തരവിറക്കി. ശരി, ശ്രീ സലീം മടവൂർ, ഇത്തരം കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെയാണ് ആ പ്രദേശത്തുള്ളവർ ഇന്ന് ഞങ്ങൾ നിരന്തരമായി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ആ പ്രതിഷേധത്തിൽ നിരവധിയായ സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് ഞങ്ങൾ കടുവയെ കണ്ടു എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ ആണ്. അപ്പോൾ അത്രമേൽ ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ എന്നിരിക്കെ ഈ സമയത്ത് യോഗം വിളിച്ചാൽ അല്ലെങ്കിൽ കളക്ടർ പങ്കെടുക്കേണ്ട യോഗത്തിന് സമയത്ത് ഉദ്യോഗസ്ഥർ എത്തുന്നില്ല എങ്കിൽ അത് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ, അതായത് നരഭോജി കടുവ കൺമുന്നിൽ വിലസുന്ന ഒരു സമയത്ത് പോലും കൃത്യമായി സമയത്ത് യോഗത്തിന് ഉദ്യോഗസ്ഥർ എത്തുന്നില്ല എങ്കിൽ അതിന് വീഴ്ചയെന്നല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുക? അല്ല, ഉദ്യോഗസ്ഥരെ എത്താത്തത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. അത് പരിശോധിച്ച് അങ്ങനെ വല്ല കൃത്യവിലോപവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. ഒരു പക്ഷേ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കടുവയുടെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിലായിരിക്കും. ഗവൺമെന്റിന്റെ ഉത്തരവ് എത്രയും വേഗം കടുവയെ കണ്ടെത്തിക്കൊണ്ട് ഒന്നുകിൽ അതിനെ ജീവനോടെ പിടിക്കണം, അല്ലെങ്കിൽ ജീവൻ ഇല്ലാതെ പിടിച്ചാലും എങ്ങനെയായാലും ജനങ്ങൾക്ക് ഭീഷണിയായ കടുവയെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അതിന് ആവശ്യമായ നടപടി എടുക്കണമെന്ന് ശക്തമായ ഉത്തരവ് കൊടുത്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വയനാട് ജില്ലയിലെ അതേപോലെ ജില്ലകളിലെയും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വളരെ ശക്തമായിക്കൊണ്ട് ഏത് വിധേനയും കടുവയെ പിടികൂടിക്കൊണ്ട് ജനങ്ങൾക്ക് സ്വസ്ഥമായി പുറത്തിറങ്ങാൻ, അവിടുത്തെ സ്ത്രീകൾ പുറത്തിറങ്ങുക സ്വാഭാവികമല്ലേ. വീടിന്റെ അടുത്ത് സ്വസ്ഥമായി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കില്ല, മുറ്റത്തെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകാൻ സാധിക്കില്ല, കുട്ടികൾക്ക് വിദ്യാലയത്തിൽ പോകാൻ സാധിക്കില്ല, പുറത്തു പോകാൻ സാധിക്കില്ല, ജോലിക്ക് പോകുന്ന ആളുകൾക്ക് പോകാൻ സാധിക്കില്ല, കൃഷിയിടത്തിൽ കാപ്പിക്കുരു എടുക്കാൻ സാധിക്കില്ല, തേയില വെട്ടാൻ സാധിക്കില്ല. വളരെ ഭയവിഹ്വലരായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. യാഥാർത്ഥ്യമല്ലേ? അപ്പൊ സ്വാഭാവികമാണ് ജനങ്ങൾ പ്രതിഷേധിക്കും. അവർക്ക് വളരെ പ്രയാസമുണ്ട്. ആ പ്രയാസത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി കേന്ദ്രത്തിന്റെ നിയമത്തിൽ ഇത്തരം സാഹചര്യത്തിൽ വെടിവെക്കാൻ ആവശ്യമായ സാഹചര്യം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായ സാഹചര്യം ഉണ്ട് എന്ന് ഒരു 6 അംഗ സമിതിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ പ്രദേശത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യക്തമായ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ കൊല്ലാവൂന്ന് പറഞ്ഞത്. ഇതിന് വിരുദ്ധമായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ മഹാരാഷ്ട്രയിൽ പാണ്ഡ്രകോട്ടയിൽ വെച്ച് 2018 നവംബർ 2 വളരെ പ്രക്ഷോഭം ഉണ്ടാക്കിയ ജനങ്ങളുടെ ആ പ്രക്ഷോഭം കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുന്നതിന് വേണ്ടി കടുവയെ വെടിവെച്ചു പോകും. പക്ഷെ അതിലെ നല്ല പ്രവർത്തനം ചെയ്ത ഉദ്യോഗസ്ഥർ ഇപ്പോഴും കേസ് കുടുങ്ങി ആ കേസുമായിട്ട് നടത്തിയാണ്. വലിയ പ്രയാസം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക്. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് കേസ് കുടുങ്ങിയാലും വേണ്ടില്ല, ഉദ്യോഗസ്ഥരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കേസിൽ കുടുങ്ങിയാൽ അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ ജീവന്റെ പ്രയാസം, അതിന്റെ ഗൗരവം.